നമ്മൾ ആക്ച്വലി ഒരു ഡ്രം വാങ്ങിക്കാനായിട്ട് ടൗണിൽ വന്നതാണ്. അപ്പോൾ ഇതെന്തായാലും വണ്ടിക്കകത്തോട്ട് കയറ്റാം. പുറകിൽ ഡിക്കിയിൽ കയറ്റാൻ സ്ഥലമില്ല, അവിടെ നമ്മുടെ വർക്കിൻ്റെ ടൂൾസ് ഇരിപ്പുണ്ട്, വീട്ടിലോട്ട് മാറ്റാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലോട്ട് ഇത് കയറ്റുന്നത് ശരിയല്ലാത്തതുകൊണ്ടും അത്യാവശ്യം കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ വർക്കിനെ അത് ബാധിക്കരുത് എന്നുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ബാക്ക് സീറ്റിൽ കയറ്റുവാണ് കേട്ടോ. ഓക്കെ, അവിടെ ഇരുന്ന് കൂട്ടാം. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് കണ്ട ഇങ്ങനെ പിടിച്ചേക്കുന്നതിൻ്റെ പുറത്ത് അഴുക്കുള്ളതുകൊണ്ടല്ല, ഇതിൻ്റെ അകത്ത് പ്രിൻ്റ് ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ പ്രിൻ്റ് ഇല്ലാത്ത വശത്താണ് ഞാൻ പിടിച്ചേക്കുന്നത് കേട്ടോ. ഈ പ്രിൻ്റ് ഉള്ള വശം ഉണ്ടല്ലോ, തെർമൽ പേപ്പർ ബില്ലുകളുടെ പ്രിൻ്റ് ഉള്ള വശം ആക്ച്വലി ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, കാർസിനോജനിക് അഥവാ ക്യാൻസർ പരത്താൻ സാധ്യതയുള്ള ആ ഒരു പവറുള്ള കാർസിനോജനിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. നമ്മുടെ ഡിക്കിക്കകത്ത് ഞാൻ ഓർത്തത് ഏതെങ്കിലും കുപ്പിക്കകത്തെങ്കിലും വെള്ളം ഉണ്ടാവും എന്നുള്ളതാണ്, പക്ഷെ വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു കട്ടായതുകൊണ്ട് ഇവനും ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് ഡെറ്റോൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊന്ന് കൈ കഴുകാൻ പോവാണ്. ഇതേ സൈഡിൽ ഒതുങ്ങിയിട്ട് നമുക്കൊന്ന് കൈ കഴുകിയിട്ട് വേണം തിരിച്ച് വണ്ടിയിൽ കയറാനായിട്ട്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടിയിൽ കയറാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനത്തിൽ തൊട്ടിട്ട് എവിടെ തൊട്ടാലും ആ കണ്ടാമിനേഷൻ അവിടെയൊക്കെ ആവും, പിന്നെയും അത് നമ്മുടെ മേത്തോട്ടൊക്കെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്.